കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കൊള്ളപ്പലിശക്കാർക്ക് തടയിടാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. കരവാളൂരിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ ഫിനാൻസ്, അഞ്ചൽ കുരുവിക്കോണത്തുള്ള ദേവി കൃഷ്ണ ഫിനാൻസ് എന്നിവിടങ്ങളിലും സ്ഥാപന ഉടമകളുടെ വീടുകളിലുമാണ് പരിശോധന നടന്നത്. അമിത പലിശ ഈടാക്കുന്നു, ഭീഷണിപ്പെടുത്തി വീടും വസ്തുക്കളും എഴുതി വാങ്ങുന്നു എന്നതടക്കം ഗുരുതരമായ പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് റൂറൽ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിച്ച പരിശോധന രാത്രി 11:30യോടെയാണ് പൂർത്തിയാക്കിയത്. ഇമ്മാനുവൽ ഫിനാൻസിൽ നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 25 ലക്ഷത്തോളം രൂപ പോലീസ് പിടികൂടി. ഇതിനോടൊപ്പം നിരവധി രേഖകൾ, ബില്ലില്ലാതെ സൂക്ഷിച്ച മദ്യം എന്നിവയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പറയണ്ടോ? എടുക്കുന്നതാണ് ഞാൻ എടുക്കുന്നത്. അതൊന്നുമില്ല, ആവശ്യം കാണുന്നില്ല. പൈസ സാറേ എന്തിന്റെ അടിസ്ഥാനത്തിൽ റേറ്റിന്റെ കാരണം എന്തായിരുന്നു? പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. സാറേ ഒന്ന് എന്തോന്ന് എന്തിയാ ചെറിയ ഇതെന്തി മറ്റേത് അതാണോ ലോക്ക് ചെയ്തിട്ടുണ്ടോ? മരത്തില്ല. അതേസമയം ദേവി കൃഷ്ണ ഫിനാൻസിലും ഉടമയുടെ വീട്ടിൽ നടന്ന പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. പുനലൂർ SHO രാജേഷ്, അഞ്ചൽ SHO ഹരീഷ്, ഏരൂർ SHO പുഷ്പകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം കൊള്ളപ്പലിശക്കാർക്കെതിരെ വലിയ പരാതികളാണ് കിഴക്കൻ മേഖലയിൽ നിന്നും ഉയരുന്നത്. ചിലർ നൽകിയ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത്തരക്കാരെ സഹായിക്കുന്നതായും പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാൻ ഭയക്കുന്നതായും ആരോപിക്കുന്നു. ചിലർ കോടതികളിൽ നേരിട്ടാണ് പരാതി ഫയൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ഇമ്മാനുവൽ ഫിനാൻസിനെതിരെ കഴിഞ്ഞ 1 മാസത്തിനിടെ മാത്രം നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ പോലീസ് അധികൃതർ വ്യക്തമാക്കി. നാട്ടുവാർത്ത, പുനലൂർ.